അവരും മനുഷ്യരാണ്. ഒരാളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളൊരു വ്യക്തി മോഷ്ടിച്ചാൽ തന്നെ അവനെ മാറ്റി നിർത്തി കള്ളൻ എന്ന് വിളിച്ചാൽ അവൻ പെരുങ്കള്ളനാകും. എന്നാൽ നിങ്ങൾ ആ മോഷ്ടിച്ചവനോട് അവൻ എന്താണ് അത് മോഷ്ടിക്കാൻ കാരണം എന്ന് മധുവിനെ തല്ലിക്കൊല്ലുന്നത് കാരണം എന്താ വെച്ചാൽ അവിടെ അയാൾ കള്ളനായിട്ടല്ല, വിശപ്പിന്റെ ഒച്ചയാണ് ആ കേട്ടത്. അപ്പൊ അയാളെ തല്ലിക്കൊന്നു, കെട്ടിയിട്ട് തല്ലിക്കൊന്നു ഇല്ലേ? അതിനും വേണ്ടി ആ മധുവിനോട് ചോദിച്ചാൽ എന്താ മധു എന്റെ പ്രശ്നം ചോദിച്ചാൽ വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് മധു, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വ്യക്തിയായിരുന്നു. അയാളെ വിളിച്ച് ചോദിച്ചുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് അയാളെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ മധു ഉപമുഖത്തുണ്ടായിരിക്കും. പക്ഷെ എന്താ ഇത്, നമ്മൾ ഈ നാഗയെ കല്ലെറിഞ്ഞ പോലെ, ബാബുസ്വാമിയുടെ പേര് പറയുന്നത് പോലെ, ചണ്ടാള ബാബയെ ആക്ഷേപിക്കുന്നത് പോലെ നമ്മൾ മധുവിനെ കണ്ടു. ചണ്ടാളവയെ സൈബറിലൂടെ ആക്രമിച്ചു കൊല്ലാമായിരുന്നെങ്കിൽ ഇന്നിപ്പോ ചണ്ടാള പ്രേതമായി വന്നിരിക്കും. ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഈ സൈബർ ബുള്ളിങ് എന്നുള്ളത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളെ എടുത്തിട്ട് അലക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ചണ്ടാള ബാബു ഒരുപാട് അത് നേരിട്ടിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഇവിടെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഇവിടെ എന്ത് പറഞ്ഞാലും ഞാൻ എപ്പോഴും പറഞ്ഞ മത്തായിക്ക് കല്ലുകളെല്ലാം മുല്ലപ്പൂവാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്കിത് ഭാഗമല്ല. പക്ഷെ മറിച്ച് ഇത് മാത്രം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ട്. കാരണം അത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല, വലിയ വേദനയാണ്. ഇപ്പൊ തന്നെ എന്റെ ശിഷ്യന്റെ കണ്ണൻ അന്ന് ഡാൻസ് കളിച്ചപ്പോൾ എന്റെ കാല് പിടിച്ച് കരയുന്നുണ്ടായില്ല, കരയാണ്. അതിന് എത്ര ആൾക്കാർ ട്രോളി. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ സമയത്ത് ആ മനുഷ്യന്റെ അമ്മ വയ്യാതിരിക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്. ആ സങ്കടം സഹിക്കുകയാണ്. അതിന്റെ ഗുരുവായ എന്നോട് വന്ന് പറയുമ്പോൾ ഒരു നർത്തകൻ എന്ന നിലയ്ക്ക് ആടി അത് തീർക്കുകയാണ്. എന്നിട്ട് കാലിലോട്ട് വന്നിരിക്കണം. ആ അമ്മ സ്പോട്ടിൽ ഈ മകനെ പറയുന്ന ട്രോളുകളൊക്കെ അവർ വരും. കാരണം ഒരു തൊട്ടടുത്ത വീടുകളിൽ, കോളനി പോലെ വീടുകളിലാണ് കണ്ണൻ താമസിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണും കേൾക്കുന്ന അമ്മ സങ്കടപ്പെടുന്നുണ്ട്. ഇവരൊന്നും പറയാൻ ആരും ഇല്ലേ എന്നൊക്കെ അമ്മ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും വേദനിച്ചിട്ടുണ്ട്. അത്തരം അമ്മമാരുകളുടെ വേദന, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഒരു തന്റെ ഭാര്യയെ കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ എന്തെങ്കിലും ഗോസിപ്പ് കേൾക്കുമ്പോൾ അതാവൻ പെണ്ണ് പിടിച്ചോ, അതോ മറ്റതാക്കി മറിച്ചതാക്കി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന കോലാഹലങ്ങൾ, അതിന്റെ മുകളിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇതൊന്നും ഇവർ ചിന്തിക്കുന്നത്. ഒരു സാമാന്യ ബോധം വിദ്യാസമ്പന്നം നേടുന്നത് വളരെ വെറുതെയാണ്. നമുക്ക് എന്തൊരു കാര്യത്തിനും ഗൂഗിൾ ചെയ്യാൻ പറ്റും, അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ അന്വേഷിക്കണം, അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് തരുവെച്ചാൽ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഇതൊന്നും ചെയ്യാണ്ടാണ് ഈ സൈബർ ബുള്ളിങ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നഷ്ടങ്ങൾ ഒത്തിരിയാണ്. ഓരോ വ്യക്തിയെ അതാ പറഞ്ഞത്, ഒരുത്തൻ കള്ളനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കള്ളനാണെന്ന് അവൻ അറിയുന്നതിന് മുമ്പേ ഇന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ അടിച്ചിറക്കുകയാണ് വിദ്യാസമ്പന്നമായിട്ടുള്ള ആൾക്കാർ. എന്തായാലും പണ്ടത്തെ കൂലിപ്പണിക്ക് പോയ ചങ്കരനും മേനോനും വാര്യനും മാപ്പിളയും കോപ്പിളയും നല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിദ്യാസമ്പന്നരാണെന്ന് പറയുന്ന ഒരു പണിയില്ലാത്തവന്മാരായി ഇരുന്നിട്ട് ചോദിക്കുന്നത് എന്താണ്, അനക്ക് പണിക്ക് പോയി കൂട്ടടാ, ഒരു പണിയും ഇല്ലാത്തവന്മാർ.